അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നാം എല്ലാവരും സുബഹി നമസ്കരിക്കുന്നവരാണല്ലോ. എന്നാൽ സുബഹി നിസ്കാരം നിങ്ങൾക്ക് ഖളാ പോകലുണ്ടോ? സുബഹി നിസ്കാരം ഖളാ പോകാതിരിക്കാനുള്ള 5 വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സുബഹി നമസ്കാരം ഖളാ ആകുന്നതിലൂടെ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് അന്നത്തെ ദിവസം തന്നെയാണ്. അതുപോലെ തന്നെ പടച്ച റബ്ബിൽ നിന്നുള്ള റഹ്മത്തും സംരക്ഷണവും ബർക്കത്തും എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നു സുബഹി നിസ്കാരം ഖളാ ആകുന്നതിലൂടെ. സുബഹി നമസ്കാരം നഷ്ടപ്പെടുന്നതിലൂടെ കേവലം ഒരു നമസ്കാരം മാത്രമല്ല ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത്, മലക്കുകളുടെ സാക്ഷിത്വവും നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ദിവസത്തിൻ്റെ തുടക്കം റബ്ബിനെ ഓർക്കാതെയാകുമ്പോൾ എത്രയോ നഷ്ടങ്ങളാണ് നമ്മുടെ ഒരു ദിവസത്തിൽ തന്നെ വന്നു ചേരുന്നത്. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും അതുപോലെ തന്നെ സുബഹി നഷ്ടപ്പെടുത്താതിരിക്കാനുമുള്ള 5 എളുപ്പ വഴികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 1. 10 മണിക്ക് മുമ്പായി ഉറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെ ഉറങ്ങുന്നതിലൂടെ നമുക്ക് നേരത്തെ എണീക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 10 മണിക്ക് ശേഷമുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. 2. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അലാറം വയ്ക്കുക. അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എണീക്കാൻ സാധിക്കുന്നു. 3. സുബഹിയുടെ സമയം നമ്മളെ വിളിച്ചുണർത്താൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ സുബഹി നമസ്കാരം നഷ്ടപ്പെടുകയില്ല. 4. പ്രാർത്ഥിച്ചു കൊണ്ട് കിടക്കുക. നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണല്ലോ. അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. നാളെ സുബഹിയുടെ സമയത്ത് എണീക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ച് കിടന്നാൽ നമുക്ക് എണീക്കാൻ സാധിക്കുന്നതാണ്. 5. കൃത്യത പുലർത്തുക. എല്ലാ കാര്യത്തിലും നമ്മൾ കൃത്യത പുലർത്തുകയാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇതേ സമയം സുബഹിയുടെ സമയം കൃത്യമായി എണീക്കുകയാണെങ്കിലും നമ്മൾക്ക് എന്നും സുബഹി ഖളാ ആക്കേണ്ടി വരില്ല. നമ്മൾ ഇന്നും ആ സമയത്ത് തന്നെ എണീക്കും. ഈ പറയുന്ന 5 കാര്യങ്ങളും നിങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കൂ. എങ്കിൽ നിങ്ങൾക്ക് സുബഹി ഖളാ ആക്കേണ്ട ഒരവസ്ഥ വരില്ല. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും.